സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെ കളത്തിലിറക്കിയ മുന്നണികളുടെ പ്രചാരണം. ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ നിറഞ്ഞു നിൽക്കുന്നത് വർഗീയ അജണ്ടയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ദേശീയ തലത്തിൽ മറ്റൊരു സന്ദേശം നൽകുമെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ വിമർശിച്ചു. സർക്കാർ നേട്ടങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. ബി.ജെ.പി പ്രകടന പത്രികയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിൽ വെക്കാൻ ബി.ജെ.പിക്ക് ധൈര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ബി.ജെ.പിക്ക് ധൈര്യമില്ല. ബി.ജെ.പി ഇല്ലാതാക്കാനാണ് പ്രതിപക്ഷ മതേതര പാർട്ടികൾ ഒരുമിച്ച് ചേർന്നതെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ദീപിക മുഖപത്രത്തിൽ ഇന്നും വിമർശനമുയർന്നു. ഇലക്ട്രൽ ബോണ്ടിന്റെ ഇരുണ്ട മൂലയിൽ ഇരുന്നു കൊണ്ടാണ് പ്രധാനമന്ത്രി അഴിമതിക്കെതിരെ സംസാരിക്കുന്നതെന്നാണ് മുഖപ്രസംഗത്തിലെ പരാമർശം. മുഖ്യമന്ത്രിക്ക് സർക്കാർ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റി മിണ്ടുന്നില്ല. മൈക്ക് പോലും മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കുക. ചിലപ്പോൾ അദ്ദേഹം തന്നെ മൈക്ക് ഒടിച്ചിടും. അത് കണ്ട് ഘടകകക്ഷി നേതാക്കന്മാർ ചെന്ന് മൈക്ക് നന്നാക്കും. ജോസ് കെ മാണിക്കുള്ള ഏക ജോലി ഇപ്പൊ അതാണ്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച CPI ജനറൽ സെക്രട്ടറി D. രാജയും രംഗത്തെത്തി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ മറ്റൊരു സന്ദേശം നൽകുമെന്ന് D. രാജ. Here coming to Wayanad and fighting the left, fighting the CPI. What message you want to convey to the country? വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചരണാർത്ഥം കൽപ്പറ്റയിൽ ഇന്ന് LDFന്റെ ജനമഹാസാഗരം നടക്കും. ഉച്ചയ്ക്ക് 3-ന് SKMJ സ്കൂൾ പരിസരത്ത് നിന്ന് പുതിയ സ്റ്റാൻഡിലേക്കാണ് റോഡ് ഷോ. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരട്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.